കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മോശം അനുഭവങ്ങളോ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ നീറ്റുന്നുണ്ടോ? ഒരു വേദനയായിട്ട്, ഒരു പ്രയാസമായിട്ട്, ഒരു ഭാരമായിട്ട്, ഒരു കല്ലെടുത്തു വെച്ച പോലെ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? ആ പഴയ മുറിവുകൾ പേറി നടന്ന് നിങ്ങൾ സ്വയം തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? മറ്റുള്ളവർ എപ്പോഴോ ഉപേക്ഷിച്ചു പോയ ആ ഓർമ്മകളെ നിങ്ങൾ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുകയാണോ? ഹായ്, ഞാൻ ഷംന സോഫിയ, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്, ഹാപ്പിനെസ് ഹാൻഡ് ഹോൾഡർ. 100 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ഡേ 3-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പാസ്റ്റ് ഇമോഷൻസ് ആണ്. കഴിഞ്ഞ കാലത്തെ കട്ട പിടിച്ച വേദനകളും സങ്കടങ്ങളും പേറി നടക്കുന്നത് നിർത്തി അവയെ പൂർണ്ണമായി വിട്ടയക്കാനുള്ള ഒരു പ്രാക്ടീസും അവയർനെസ്സുമാണ് ഇന്നത്തെ ഡേ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു ഇമോഷൻസ് ഉണ്ടാവും അല്ലേ? പാസ്റ്റ് ആയിട്ടുള്ള ഒരു വേദന നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. പലതരത്തിലുള്ള വേദന ആയിരിക്കും. റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിൽ നിന്നും കിട്ടിയ വേദന ആയിരിക്കും. സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കും. ബിസിനസ്സിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചതോ നഷ്ടപ്പെടുത്തിയതോ നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ കിട്ടാതെ പോയ ഒരു വലിയ അവസരങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഖേദമായിരിക്കാം. അല്ലെങ്കിൽ ഒരു നിധി കിട്ടാൻ പോകുന്ന ഒരു നിധി കിട്ടാതെ പോയ ഒരു സങ്കടം ഉണ്ടല്ലോ, അതായിരിക്കാം. ആരോഗ്യത്തിൽ വന്ന നാശനഷ്ടമായാം, ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് വന്ന നാശനഷ്ടങ്ങളാവാം. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, വിജയം, ഒരു സക്സസ്സിലേക്ക് എത്തിക്കേണ്ട ഒരു ഫൈനൽ മൊമെൻറ്റിൽ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ഉള്ളിൽ നീറ്റൽ അനുഭവിക്കുന്ന ഒരു വേദന എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ആ വേദന എങ്ങനെ നമ്മൾ റിലീസ് ചെയ്യാം? അത് വിട്ടയക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ദോഷം എന്തെല്ലാം? അത് വിട്ട് കളഞ്ഞാൽ നമുക്കുണ്ടാവുന്ന നേട്ടം എങ്ങനെ, ഏത് രീതിയിൽ വിട്ടയക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മുടെ പലരുടെയും അവസ്ഥ കയ്യിലൊരു ഭാരവും പേറി ദിവസങ്ങളോളം നടക്കുന്നത് പോലെയാണ്. ആ ഭാരം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്കല്ല, നമുക്ക് മാത്രമാണ് ആ വേദന ഉണ്ടാവുന്നത്. ഒരാൾക്കും ആ വേദനൻ്റെ ഉത്തരവാദിത്തമില്ല. ആ വേദനൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ അറിയുന്നത് പോലും ഉണ്ടാവില്ല. അദ്ദേഹം അതിനെക്കുറിച്ചൊരു ബോധേഡ് ആയിരിക്കില്ല. പക്ഷെ ആ വേദന പേറി നടക്കുന്നതും അതിൻ്റെ പ്രയാസം കൊണ്ട് നടക്കുന്നതും നമ്മൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ നഷ്ടബോധത്തിലായിരിക്കും അല്ലേ? അങ്ങനെയുള്ള പലതരം ചതിക്കപ്പെട്ടയോ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടയോ വിഷമിച്ചോ ആയ അവസ്ഥയിൽ നമ്മൾ വേദനിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു റിയാലിറ്റിയാണ്. അതിന് നമ്മൾ ആ ഇൻസിഡൻറ്റിൽ, ആ സിറ്റുവേഷനിൽ നമുക്ക് ആ വേദന അനുഭവിച്ച് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വേദനയെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത് നമ്മൾ തന്നെയാണ്. ആ സിറ്റുവേഷൻസ് അവിടെ കഴിഞ്ഞു, ആ സാഹചര്യത്തിലെല്ലാം അവിടെ മാഞ്ഞു പോയി. പക്ഷേ അതിനെ കൂടെ പിടിച്ച് നല്ല പട്ടുമെത്തയിൽ കിടത്തി അത്തറും പൂശി സേവിച്ച് നല്ല ഭംഗിയിൽ സേവിച്ചു കൊണ്ട് നടക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ പാസ്റ്റ് ഇമോഷൻസ് നമ്മളെ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് തടയും. നമ്മുടെ മുമ്പോട്ടുള്ള വളർച്ചയും നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ പ്രവർത്തികളുടെയും, ഇതിനനുബന്ധിച്ച് നടക്കുന്ന ഏതൊരു പ്രവർത്തിനെയും തടസ്സമായിട്ട് ഈ ഇമോഷൻസ് അവിടെ തടകിട്ടി നിൽക്കും. പുതിയ സന്തോഷങ്ങളോ അവസരങ്ങളോ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കാത്തത് ഈ പഴയ ഭാരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഇമോഷണൽ കണക്ഷൻ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പം പഴയ കാലത്ത് ഒരു പാർട്ട്ണറുമായിട്ട് ബിസിനസ് ചെയ്ത് ആ പാർട്ട്ണർ ആ ബിസിനസ്സിൽ പണവുമായിട്ട് മുങ്ങിയതോ അല്ലെ പണ സംബന്ധമായിട്ട് ഇടപാടുകളിൽ നിങ്ങൾ ചതിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് ആ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ അങ്ങനെയുള്ള വിഷമങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ പൈസ പോയല്ലോ, എന്തോ പോയി, അതെന്തിനാണ് നഷ്ടപ്പെട്ടത്, അത് പോയി. അല്ലെങ്കിൽ ഈ വ്യക്തിനെ കാണുമ്പോൾ എന്നോടൊരു ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്,
ആ സ്റ്റുഡൻറ്റിന് ഇപ്പോൾ 66 വയസ്സായി. സൗദിയിൽ നല്ലൊരു ജോലിയും നല്ല സാലറി, ഹൈ സാലറിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 18,000 ദിർഹംസ് സാലറിയിൽ മാസം ഒരു റിസ്ക്കും ഇല്ലാതെ 4 മണിക്കൂർ ജോലി ചെയ്തിട്ട് കിട്ടുന്ന സാലറി, നല്ല വരുമാനമൊക്കെ ആയിരുന്നു. അപ്പം നാട്ടിൽ ഇവർ ലീവിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ലീവ് എടുക്കുക. ഒരു ഫ്രണ്ട് മുഖേന ഒരു ബിസിനസ്സിൻ്റെ ഒരു ആശയം പങ്കുവെച്ചു. അത് നല്ല ആശയമാണ്. ഇയാൾക്ക് കഴിവുള്ള ഒരു മേഖലയും കൂടെ ആയതുകൊണ്ട് ഇയാൾ ഫണ്ട് ഇറക്കി ഏകദേശം സെറ്റ് ആവുന്നത് വരെ ഒരു 5 വർഷം അയാൾ അവിടുന്ന് ലീവ് എടുത്ത് ഇവിടെ നിന്ന് ബിസിനസ്സിനൊക്കെ സെറ്റാക്കി ഇയാൾ പോയി. ഫ്രണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ ഒരു ഭാഗത്ത് ഈ ഫ്രണ്ടിന് ഇതൊരു പാളിച്ച വന്നു. ഈ ബിസിനസ്സിൽ ചെറിയ പായ്വുകൾ സംഭവിച്ചപ്പോൾ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് തകർന്ന് താഴോട്ട് പോയി. അങ്ങനെ ഇദ്ദേഹം ചിലവാക്കിയ എമൗണ്ടും എഫേർട്ടും എല്ലാം ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷേ ആ വ്യക്തി അന്ന് ഈ ഇദ്ദേഹവുമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ, ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് വിട്ടു എന്നത് കണ്ടാൽ പോലും മിണ്ടില്ല. എവിടുന്ന് കണ്ട് അങ്ങോട്ട് പോയി കൈ കൊടുത്താലും പെട്ടെന്ന് തിരിഞ്ഞ് നടക്കും എന്നുള്ള ഒരു അവസ്ഥയൊക്കെ പറഞ്ഞു. എനിക്ക് അവനെ കാണുമ്പോൾ ഒരു പ്രശ്നമാണ്, പ്രയാസമാണ്. പക്ഷേ എനിക്ക് എന്തോ ഒരു വേദനയാണ് ഉള്ളിൽ. എനിക്ക് അവനെ കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു സാഹചര്യത്തെ, ഈ ഒരു ഇൻസിഡൻറ്റിനെ ഇയാളിൽ നിന്നും പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ഇപ്പോൾ ഇയാളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ ഒരു ഞെട്ടൽ, എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒരു പേടി, അങ്ങനെയുള്ള ഭയങ്കര പ്രയാസത്തിലൂടെ ഇയാൾ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിലവിൽ ഇയാൾക്കുള്ളത്. അപ്പോൾ പല സാഹചര്യങ്ങളും പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ സാഹചര്യം പല രീതിയിലായിരിക്കും നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അയാൾക്ക് ശ്വാസമുട്ടൽ തുടങ്ങി, അങ്ങനെ ഓരോ അസുഖങ്ങളായിട്ടാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതുപോലുള്ള പാസ്റ്റ് ഇമോഷൻസിനെ, നമ്മളെ ഗ്രോത്തിനെ, നമ്മളെ വളർച്ചയെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികളൊക്കെ തടയാൻ ഇതുപോലുള്ള ഇമോഷൻസ് ഉള്ളിൽ കിടക്കും. നമുക്കൊന്നുമില്ല, നമ്മൾ പറയുമ്പോൾ എനിക്കൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, എനിക്ക് അയാളോടൊരു പ്രശ്നവുമില്ല, വിരോധവുമില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇമോഷൻ അവിടെ കിടക്കുന്നുണ്ട്, പ്രയാസം അവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം. ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നും പുറത്ത് കിടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യവും വേദനയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്യാൻ ഞാനൊരു പ്രാക്ടീസ് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വേദന, ഈ പ്രയാസം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതോ ഒരു ഭാഗത്തുണ്ട്. അത് നമ്മളെ ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തിനെ പല തരത്തിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചില ഇമോഷൻസ് നമ്മൾ അറിയ പോലും ഉണ്ടാവില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എന്ന് തോന്നുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ഈ പ്രാക്ടീസ് ബോധപൂർവം ചെയ്യണം. ബോധപൂർവം നിങ്ങളെല്ലാവരും ഈ ഒരു എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യണം. സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയിരിക്കുക. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഒരു പേപ്പറും പെന്നും എടുത്ത് പോയിരിക്കുക. നല്ലൊരു വൃത്തിക്ക് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് പതിയെ ശ്വാസം എടുക്കുക. ക്രോസ് ചെയ്ത് കൈയും കാലും ഒന്നും വെക്കരുത്. അല്ലാതെ തന്നെ നന്നായിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്യുക. ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾ ഈ പേപ്പറിൽ നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളോട്, ഏതെങ്കിലും സാഹചര്യത്തോട് നിങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും വേദനകൾ ഇരുന്ന് എഴുതുക. ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ വിഷമവും ദേഷ്യവും സങ്കടവും എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുണ്ട് അതൊക്കെ ഈ പേപ്പറിൽ അങ്ങോട്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ദേഷ്യം വരികയാണെങ്കിൽ അടുത്തൊരു തലയണ വെക്കുക, അടുത്ത് ഇരുന്ന് ഇരിക്കുക. നിങ്ങൾ ഒരു ഫ്രണ്ടാണ്, അല്ല നിങ്ങളെ ചതിച്ചതൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയാണെന്നുള്ള രീതിയിൽ ആ ഇമോഷൻസ് ആ തലയണമേൽ അടിച്ചു തീർക്കുക. ഇനി ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തല്ലി ചതച്ച് ആ തലയണനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമോഷൻസ് അടിച്ചടിച്ച് വേദനിപ്പിച്ച് മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പേപ്പറിൽ നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എഴുതുക. ഈ സാഹചര്യത്തെ, സന്ദർഭത്തെ എല്ലാത്തിനെയും ഓരോ വരിയായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പേപ്പർ എടുക്കുക, വായിച്ച് നോക്കരുത്, തിരിച്ച് വായിച്ച് നോക്കുക ചെയ്യരുത്. ഫുള്ള് ചെറുതായിട്ട് കീറിയിട്ട് ബാത്റൂമിൻ്റെ ക്ലോസറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളം ഒഴിച്ച് കളയുക. അല്ലെങ്കിൽ ഫ്ലഷ് ടാങ്കിൽ ഫ്ലഷ് അടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ബേസിനിൽ കൊണ്ടുപോയിട്ട് ബേസിനിൽ
ലോക്കാവും. അതുകൊണ്ട് ക്ലോസറ്റിൽ കൊണ്ടുപോയിടുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കത്തിച്ച് കളയുക, ഒരു ലൈറ്റർ എടുത്തിട്ട് ഇത് കത്തിച്ച് കളയുക. ഞാൻ ഏറ്റവും സേഫായിട്ട് കത്തിച്ച് കളയാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യില്ല, ഞാൻ ഫ്ലഷ് ടാങ്കിൽ കൊണ്ടിടാനേ പറയുള്ളൂ. അപ്പോൾ ആ ദേഷ്യം പിടിച്ച് കീറി ദേഷ്യം പിടിച്ച് വലിച്ചങ്ങോട്ട് എറിയുക. ഇത് ഈ ഭൂമി ലോകത്തുനിന്നും ഈ ലോകത്തു നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഈ ലോകത്തുനിന്ന് തന്നെ ഈ ഒരു സാഹചര്യം, ഇമോഷൻസ് എന്നേക്കുമായിട്ട് ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇത് ഡിസ്പോസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ മനസ്സിലോ അല്ല ഇനി ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ എഴുതി തുടങ്ങുക. പഴയ കാലങ്ങളിലേക്ക് എഴുതി പോവുക. ഇന്ന് മുതൽ പഴയ കാലങ്ങളിലേക്ക് നിങ്ങൾക്കുള്ള മനസ്സിലെ ഓരോ ഇമോഷൻസ് എഴുതി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 0 ലെവലിൽ വരെ, നിങ്ങൾ 1 വയസ്സ് 2 വയസ്സ് എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എഴുതി, നിങ്ങൾക്ക് വേദനിപ്പിച്ച നിങ്ങൾ പ്രയാസപ്പെട്ട മൊമെൻറ്റുകളെ മാത്രം എഴുതി ഈ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രാക്ടീസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ആരെങ്കിലും സ്റ്റക്കാണ്, എവിടെയെങ്കിലും സ്റ്റോപ്പായി പോയി എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. ഇതുവഴി നിങ്ങൾക്ക് എന്നോട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ഓരോ ഇമോഷൻസ് കഴിഞ്ഞ കാലത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിച്ചോ ഓരോ കാര്യങ്ങളും ഉണ്ടാവും. ഈ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, അവെയറായിട്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യണം. സ്വന്തം മനസ്സിന് ശാന്തി കിട്ടാൻ കഴിഞ്ഞു പോയ കാലത്തുണ്ടായിരുന്നൊന്നും നമുക്ക് തിരുത്താൻ കഴിയില്ല. അന്ന് നടന്നതൊന്നും ഒരിക്കലും നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് തിരുത്താൻ കഴിയില്ല. പക്ഷേ അതിപ്പോഴും നമ്മുടെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് നമ്മുടെ മാത്രം ചോയ്സാണ്. അത് നിങ്ങൾ ക്ഷമിക്കുകയോ അല്ലെങ്കിൽ ആ വേദനയെ വിട്ടയക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ വ്യക്തികളുമായിട്ടോ സംഭവമായിട്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാപ്പ് നൽകുന്നത് വഴി നിങ്ങളുടെ മനസ്സിനാണ് നിങ്ങൾ ശാന്തി നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുപോലുള്ള പാസ്റ്റ് കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സന്തോഷവും സമാധാനം, ഒരു അനുഭൂതിയുണ്ട്. എന്തോ ഒരു സാധനം ഇറക്കി വെച്ച പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളായിരിക്കും ഇനിയുള്ള 100 ദിവസവും ഉണ്ടാവുക. അപ്പോൾ 100 ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടതായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ ഡേ 3 ആണ് കാണുന്നത്, 1ഉം 2ഉം ഉണ്ട്. ഇങ്ങനെയുള്ള 100 ദിവസം എൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സന്തോഷങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങളുടെ അവസരമാണ്. ഇത് നിങ്ങൾ അനുഭവിക്കുന്ന 3 ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ 100 ദിവസവും എന്നോടൊപ്പം നിന്ന് ഇതുപോലെയുള്ള പ്രാക്ടീസുകൾ ചെയ്ത് ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ അഫോമേഷൻസും കൂടെ പറയാനുണ്ട്. എല്ലാവരും നെഞ്ചോട് ചേർത്ത് കൈവെക്കുക, വലത് കൈ ഇടത് നെഞ്ചോട് ചേർത്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ പറയാട്ടോ. എൻ്റെ ഭൂതകാലത്തെ എല്ലാ മുറിവുകളും ഞാൻ മായ്ച്ചു കളയുന്നു. ആ വേദനകളിൽ നിന്ന് ഞാൻ പൂർണ്ണമായി സ്വതന്ത്രനാണ്. പഴയതിനെ ഞാൻ വിട്ടയക്കുന്നു. ഇന്ന് എൻ്റെ പുതിയ തുടക്കം. എൻ്റെ ഭൂതകാലത്തിലെ എല്ലാ മുറിവുകളും ഞാൻ മായ്ച്ചു കളയുന്നു. ആ വേദനകളിൽ നിന്ന് ഞാൻ പൂർണ്ണമായി സ്വതന്ത്രനാണ്. പഴയതിനെ ഞാൻ വിട്ടയക്കുന്നു. ഇന്ന് എൻ്റെ പുതിയ തുടക്കമാണ്. നിങ്ങൾ ഈ പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് ഈ അഫോമേഷന് ഒരു 11 പ്രാവശ്യം പറയണേ, ഇതുപോലെ ഒന്ന് പറയണം. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും വലിയ സന്തോഷവും സമാധാനവും സമൃദ്ധിയും അഭിവൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.